ലൂക്കോസ് 10:19. താങ്ക് യു മക്കളെ. 19-20 വാക്യങ്ങൾ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. ഞാൻ പലതവണ നമ്മുടെ ചർച്ചിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ മറന്നുപോയതായിരിക്കും. ഒരു വാക്യം വായിക്കുമ്പം ഒരു പാസ്റ്റർ മാത്രമല്ല വായിക്കേണ്ടത്, എല്ലാവരും കൂടെ റീഡ് ടുഗദർ. ഞാൻ എത്ര തവണ ഒന്നിച്ച് വായിക്കണം. അതൊരു വലിയ അനുഗ്രഹം. വചനം വാഗൊണ്ട് പറയുന്നത്, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നവരും കേൾക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. എല്ലാവരോടും ഒന്നിച്ച് വായിച്ച ആ വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടിവെച്ച് പറയണം, ഒന്നും ഒരിക്കലും നിനക്ക് ദോഷം വരുത്തത്തില്ല. ഹല്ലേലൂയ. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയ വാഗ്ദത്തമാണ്. ചേർന്ന് ആമീൻ പറയാവോ? ദൈവത്തിന്റെ പ്രോമിസാണ്. ഈ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ, എല്ലാവരും കൂടെ വായിക്കണമെന്ന്. വീണ്ടും പറയാം, എല്ലാവരും കൂടെ വായിക്കണം. വായിച്ചോ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കുകയും മതി. അനന്തരം കർത്താവ് വേറെ 70 പേരെയും കൂടെ നിയമിച്ചു. അപ്പോൾ വേറെ 70 പേരെ നിയമിച്ചു എന്ന് ലൂക്കോസ് 10:1 എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനല്പം മുമ്പ് വേറൊരു നിയമനം നടന്നിട്ടുണ്ട്. അത് ലൂക്കോസ് 9:1. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യമാണ്. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഇത് 12 അപ്പോസ്തലന്മാർക്ക് കർത്താവ് കൊടുത്ത ശക്തിയും അധികാരവുമാണ്. എന്നാൽ ലൂക്കോസ് 9-ൽ ആദ്യത്തെ ഒരു നിയമനം നടന്നിരുന്നു. അത് 12 പേരെയാണ് നിയമിച്ചത്. എത്ര പേരെയാണ് നിയമിച്ചത്? 12 പേരെയാണ് നിയമിച്ചത്. എന്നാൽ ലൂക്കോസ് 10:1 വരുമ്പോൾ അനന്തരം കർത്താവ് വേറെ 70 പേരെയും കൂടെ നിയമിച്ചു. അവരെ എന്തിനാണ് കർത്താവ് നിയമിച്ചത്? താൻ യേശു കർത്താവ് ചെല്ലുവാനുള്ള, പോകുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. കർത്താവിന് പകരമായി യേശു കർത്താവിന് ചെയ്യേണ്ടതായ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്തു. 12 പേരെ മുൻപേ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 82 പേരുണ്ട് കൂടെ. അത്രയും ആളുകളെ തിരഞ്ഞെടുത്തു. താൻ ചെല്ലാനുള്ള പട്ടണത്തിലേക്ക്, താൻ പോകാനുള്ള പട്ടണത്തിലേക്ക് കർത്താവിന് പകരമായി അവരെ ഈരണ്ടായി അയച്ചു. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു സ്ഥലത്തെയും ഒരു കുടുംബത്തെയും ഒരു ദേശത്തെയും പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ഉറപ്പല്ലേ? ഉറപ്പാണോ? ഒന്ന് പ്രതികരിച്ചേ. ഉറപ്പാണോ? നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നവർ ഒരു സ്ഥലത്തെ, ഒരു ദേശത്തെ, ഒരു കുടുംബത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്.
ദൈവം നിങ്ങളെ ആ പട്ടണത്തിലാക്കിയിരിക്കുന്നത്, ദൈവം നിങ്ങളെ ആ ദേശത്തിൽ ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുവാൻ, ആ പട്ടണത്തിൽ യേശുവിനെ കൊടുക്കുവാൻ, അനേകർക്ക് സൗഖ്യം. ഞാൻ ഇങ്ങനെ പറയുന്ന പ്രിയമുള്ളവരെ, ഈ ദേശത്തിൽ ഒരു റിവൈവൽ ഉണ്ടാകണമെങ്കിൽ, ഒരു ഉണർവ് നടക്കണമെങ്കിൽ, ഈ നിലയിൽ ഓരോ വ്യക്തികളും ദൈവരാജ്യത്തിനകത്ത് സജീവമാകണം. എല്ലാ കാലത്തും എല്ലാ സമയത്തും ദൈവത്തിന് തൻ്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. മോശയുടെ കാലത്ത് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് മോശയാണ്. ഏലിയാവിന്റെ കാലത്ത് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാൻ ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. കാരണം ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ഏലിയാവ്. നമ്മൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. ഹല്ലേലൂയ. ഒരു രാജ്യത്തിന്റെ അംബാസിഡർ എന്ന് പറയുന്നത് ആ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കർത്താവിനെ അഡ്രസ് ചെയ്യുന്നവരാണ്. വിശ്വസിക്കാൻ എത്ര പേർക്ക് തയ്യാറാകും? നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ അതിനായി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ഒരു ചെറിയ സംഭവം മനസ്സിലാകാൻ വേണ്ടി, ഏറ്റവും പുറകിലിരിക്കുന്ന ആളുകൾക്കും ഫ്രണ്ടിലിരിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാകാൻ വേണ്ടി ഒരൊറ്റ സംഭവം പറയാം. എലീശ പ്രവാചകൻ തൻ്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രവാചക ശിഷ്യന്റെ മരണം അറിഞ്ഞിട്ട് ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലീശായോട് പറയുന്നുണ്ട്, യജമാനനെ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാലോ. എന്നാൽ സാഹചര്യം അങ്ങനെയല്ല. ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഈ സാഹചര്യം വളരെ കൃത്യമായി, വ്യക്തമായി ഈ സഹോദരി പ്രവാചകനായ എലീശായോട് പറയുന്നുണ്ട്. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, അവളുടെ പ്രശ്നം അവൾ ദൈവദാസനോട് പറഞ്ഞു. പക്ഷേ പ്രവാചകനായ എലീശ വീണ്ടും അവളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്തു ചെയ്യണം, നീ പറക. ഹല്ലേലൂയ. വാക്യം എടുത്ത് വെച്ചിരിക്കുകയാണോ? 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ പറക. ആർ യു ലിസണിങ് മീ? എന്നെ കേൾക്കുന്നുണ്ടോ? ഉടനെ നിങ്ങളായിരുന്നെങ്കിൽ അതിനെന്ത് മറുപടി പറഞ്ഞേനെ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ? ഓൾറെഡി നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന്, നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വാക്യം വായിച്ചേ. എലീശ അവളോട്, റെഫറൻസ് ഒന്ന് പറഞ്ഞു കൊടുത്തോ. 2 രാജാക്കന്മാർ 4:2. 2 രാജാക്കന്മാർ 4:2 വായിച്ചോ. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്തേ.
ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ഈ ശുശ്രൂഷയിൽ ഇന്ന് രോഗികൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവരെ സൗഖ്യമാക്കിയത് ദൈവത്തിന്റെ കരമാണ്. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. ആരും മിണ്ടുന്നില്ല. 100%. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീർഘവർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇപ്പോഴും മറക്കാത്തൊരു കാര്യമാണത്. നിത്യതയിൽ വിശ്രമിക്കുന്ന വി എ തമ്പിച്ചായൻ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ സ്ഥാപകനായിരുന്ന, അനുഗ്രഹീതനായിരുന്ന അപ്പോസ്തലൻ, 4000-ലധികം സഭകൾ സ്ഥാപിച്ച ദൈവമനുഷ്യൻ, 2019 തോന്നുന്നു ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ അന്ന് വചനം ശുശ്രൂഷിച്ചു, ഓൾട്ടർ കോൾ കൊടുത്തു, കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. ഒത്തിരി പേരുടെ ജീവിതം രക്ഷിക്കപ്പെട്ടു. ഒരുപാട് പേര് കർത്താവിനാൽ പൊതുവായി സ്പർശിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ആ കൺവെൻഷൻ നടന്ന ഗ്രൗണ്ടിന്റെ തൊട്ടു പുറകിലാണ് വി എ തമ്പിച്ചാൻ താമസിക്കുന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് ഓടി വന്ന ദൈവമനുഷ്യൻ എന്നെ ഹഗ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. തിരിച്ച് പാസ്റ്റർ ഉണ്ടെന്ന് എൻ്റെ കൂടെ. ഞങ്ങൾ ഒന്നിച്ച് ആ വീട്ടിൽ ചെന്ന്, മറിയമ്മാമയുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് കഞ്ഞി കുടിക്കാനിരുന്നു. കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഫ്രണ്ട് റൂമിൽ വി എ തമ്പിച്ചാനോട് സംസാരിക്കാനിരുന്നപ്പോൾ ഞാൻ ഇരുന്ന സോഫയിൽ ഈ കർത്താവിൻ്റെ ദാസൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ നമ്മളെ സ്നേഹം കൊണ്ട് പിടിച്ച് ഞെക്കുകയല്ലേ, പിടിച്ചിട്ട് എൻ്റെ തോളത്തൊരു മുട്ട് തന്നിട്ട് പറഞ്ഞ്, ഇന്നെന്താ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞേ? വളരെ ദേഷ്യത്തോടെ, ഇന്നെന്താ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞേ? ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ ഞാൻ പ്രസംഗിച്ചു, വചന ശുശ്രൂഷിച്ചു. പെട്ടെന്ന് എനിക്ക് അങ്ങനൊരു ജനറൽ കൺവെൻഷൻ അല്ലേ ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്തേ. ആരാണ്ട് ചോദിച്ചതുപോലെ ഒരു പള്ളിയിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇപ്പൊ ഏത് ഇടവകയിലാണെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, എന്റെ പൊന്നു കുഞ്ഞെ, ഞാനിപ്പോ ഇടവകയിലൊന്നും അല്ല, ഈ വകയുടെയൊക്കെ ഇടയിലാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അച്ഛൻ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല, ഞാൻ കേട്ടൊരു കഥയാ. അപ്പോ വി എ തമ്പിച്ചാൻ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞിട്ട്. എന്നിട്ട് ആ ദൈവമനുഷ്യൻ, ഇരുത്തം വന്ന ശുശ്രൂഷകനായ ആ കർത്തൃദാസൻ എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ, ബീച്ചാനും അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ മകനും അവിടെ ഇരിപ്പുണ്ട്, എന്നെ സ്നേഹത്തോടെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, മക്കളെ, ദൈവം താലന്ത് ഏൽപ്പിച്ചവൻ അത് വ്യാപാരം ചെയ്യണം. ആ പ്രായമുള്ള മനുഷ്യൻ എന്റെ അടുത്ത് പറയാണ്, മക്കളെ, നീ ആരെയും നോക്കരുത്, നീ ആരെയും ശ്രദ്ധിക്കരുത്, താലന്ത് ഏൽപ്പിച്ചവൻ അത് വ്യാപാരം ചെയ്യണം. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം ഒത്തിരി ചരിത്രങ്ങൾ പറയാൻ തുടങ്ങി. ആ ചരിത്രം നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് സഭകൾ സ്ഥാപിച്ചതെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം സ്ഥാപിച്ച ആ പ്രസ്ഥാനം പടുത്തുയർത്തിയ മിക്ക സഭകളും നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ ഓരോരുത്തർക്ക് ലഭിച്ച സൗഖ്യങ്ങളും വിടുതലുകളുമാണ്. എന്നിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞു, ഒരു പ്രത്യേക സ്ഥലത്ത് നോർത്തിൽ അദ്ദേഹം ശുശ്രൂഷയ്ക്കായി ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തിന് സഭകൾ സ്ഥാപിക്കാനോ ഒരാത്മാവിനെ പോലും, ഒരു വ്യക്തികളെ പോലും സുവിശേഷം പറഞ്ഞ് നേടിയെടുക്കുവാൻ, കർത്താവിനായി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വളരെ നിരാശപ്പെട്ട് തിരിച്ചു പോകാനായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഉന്തുവണ്ടിക്കകത്ത് പച്ചക്കറികളുമായിട്ട് ഒരു സഹോദരനും തൻ്റെ ഭാര്യയും ഇങ്ങനെ ഹിന്ദിയിൽ പച്ചക്കറികൾ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ പച്ചക്കറി വണ്ടി ഇങ്ങനെ ഉന്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വണ്ടി ആ ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ നിർത്തിയപ്പം വി എ തമ്പിച്ചാന് തോന്നുകയാണ് ഇവരോട് സുവിശേഷം പറയണം. എൻ്റെ അടുത്ത് പറഞ്ഞൊരു ചരിത്രമാണ് അദ്ദേഹം. ഇവരോട്, ഈ ഉന്തുവണ്ടിക്കാരനോട് സുവിശേഷം പറയണം. എന്തായാലും ഇവിടുന്ന് പോവുക, ഇവിടെ പ്രവർത്തനങ്ങൾ സ്ഥാപിക്കാൻ പറ്റിയില്ല. ഉടനെ ആ ഉന്തുവണ്ടിക്കാരനോട് സംസാരിച്ചു വരുന്ന വഴിക്ക്
ആ ഉന്തുവണ്ടിക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് കഴുത്തിൽ മുഴയുണ്ട്. ആ പുള്ളിക്ക് പറയാൻ അറിയത്തില്ല ഇത് തൈറോയ്ഡ് ആണെന്ന്. തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, കഴുത്തിൽ മുഴയുണ്ട്, സാബ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ ദൈവ മനുഷ്യൻ ആ ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ നിന്ന് ഈ ഉന്തുവണ്ടിക്കാരനും തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ആ മകൾ സൗഖ്യം പ്രാപിച്ചു. വി എ തമ്പിച്ചാൻ പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്ത ഞായറാഴ്ച, പുള്ളി പോയില്ല തിരിച്ച്, കർത്താവ് പറഞ്ഞു പോകരുതെന്ന്. അടുത്ത ഞായറാഴ്ച ഇവരുടെ ഈ സൗഖ്യമായവരുടെ വീടിന്റെ മുമ്പിൽ ഒരു മാവുണ്ടായിരുന്നു. ആ മാവിന്റെ ചുവട്ടിൽ ആരാധന തുടങ്ങി. ഇന്ന് അവിടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഓരോ വ്യക്തികൾക്കും ലഭിച്ച വിടുതലുകളും സൗഖ്യങ്ങളുമാണ് ദൈവരാജ്യത്തിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മോനെ, എന്നോട് ആ അപ്പോസ്തലൻ മുഖത്ത് നോക്കി പറഞ്ഞ വാക്ക് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു, ദൈവം താലന്തുകൾ ഏൽപ്പിച്ചവർക്ക് അത് വ്യാപാരം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിനായി ഒരു പട്ടണത്തിൽ, ഒരു ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഈ കൂട്ടത്തെ നോക്കി കർത്താവ് പറയുകയാണ്, ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഒന്ന് കരമടിച്ച ദൈവത്തെ സ്തുതിച്ച്, കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യം ഉണ്ട്. ഞാൻ ഡെൻസൺ അവിടെ കാണുന്നു. ഒന്ന് ഓടി വാടാ മോനെ മുമ്പിലേക്ക്. പാസ്റ്റർ ഡെൻസൺ ഒന്ന് ഓടി വന്നേ. അയ്യോ മോനെ, ഞാൻ നിന്നെ കണ്ടില്ല കേട്ടോ, നീ ഏറ്റവും പുറകിൽ പോരുന്ന ഞാൻ എങ്ങനെ അറിയും? പാസ്റ്റർ ഡെൻസൺ, താങ്ക് യു മോനെ. ക്യാൻ യു പ്ലീസ് കം ആൻഡ് സിറ്റ് ഹിയർ? ഹല്ലേലൂയ. കർത്താവിന്റെ അനുഗ്രഹീതനായ ശുശ്രൂഷകനാണ് അദ്ദേഹം. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഡെൻസന്റെ കൈ ഞാൻ മൈക്ക് തരട്ടോ മോനെ ശുശ്രൂഷിക്കാൻ. കാരണം എല്ലാ ദിവസവും മീറ്റിങ്ങുകളാണ്, എനിക്കൊന്ന് കേൾക്കണം. ഇവരാണെങ്കിൽ കേട്ടിട്ട് കേട്ട ഭാവം നടിക്കുന്നുമില്ല ഒരു ആളുകൾ. താങ്ക്സ് ഫോർ കമ്മിങ് മോനെ, താങ്ക്സ് ഫോർ കമ്മിങ്. ഗോഡ് ബ്ലെസ് യു. ഏറ്റവും പുറകെ ഞാൻ കണ്ടു ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. ശുശ്രൂഷിക്കാൻ റെഡി ആയിക്കോണേ. ഞാൻ കുറച്ച് സമയം മെസ്സേജ് പറയുന്നുള്ളൂ. ഓക്കെ, ലിസൺ ടു മീ. എന്നെ കേട്ടാട്ടെ. നിങ്ങളായിരിക്കുന്ന ദേശത്ത്, ഇത് ഒരു പ്രൊഫറ്റിക് വേർഡായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന്, നിങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നിന്ന് സ്വർഗത്തിലെ അപ്പ നിങ്ങളെ സെലക്ട് ചെയ്ത്, നിങ്ങളെ തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും ഈ കൂട്ടത്തെ നോക്കി, ഈ ലൈവിൽ എന്നെ കാണുന്നവരെ നോക്കി പറയുന്നു, തമ്പുരാന് നിങ്ങളെ കുറിച്ച് ഭയങ്കരമായ ഒരു പദ്ധതിയുണ്ട്. ഭയങ്കരമായ ഒരു പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തില് ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. നിങ്ങളുടെ കരങ്ങളെ ദൈവം ഉപയോഗിക്കും. നിങ്ങളുടെ അധരങ്ങളെ ദൈവം ഉപയോഗിക്കും. നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ പട്ടണത്തിൽ ജീവനുള്ള ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാക്കി പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റുവാനിടയാകും. ഉറപ്പായിട്ടും ഞാനത് വിശ്വസിക്കുകയാണ്. ഈ 2025 ഒരു ഗ്രേറ്റ് ഗ്രേസ് നിങ്ങളെ സറൗണ്ട് ചെയ്യാനിടയാകും. ഹല്ലേലൂയ. ഞാൻ ഈ ഉദാഹരണം, ഈ സംഭവത്തിൽ നിന്ന് പറഞ്ഞോട്ടെ മക്കളെ. എലീശ അവളോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഉടനെ അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്, പറക. നിങ്ങൾ കാണുന്നുണ്ടോ അത്? പറക. എന്റെ ചോദ്യം, അവൾ ഓൾറെഡി പറഞ്ഞില്ലേ? പറഞ്ഞോ? ഒന്നാം വാക്യം നോക്കിയേ. ഒന്ന് കഴിഞ്ഞല്ലേ 2. ഒന്നാം വാക്യത്തിൽ ആ സഹോദരി എന്നാ പറഞ്ഞേ? നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു, നിനക്കറിയാലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു. അവളുടെ പ്രശ്നം അവൾ പറഞ്ഞോ? ഇനി 2ാം വാക്യത്തിലേക്ക് വന്നേ. പിന്നെ എന്തിനാണ് എലീശ വീണ്ടും അവളോട് പറക എന്ന് പറഞ്ഞേ? ഇതുവരെ അവൾ പറഞ്ഞത് അവളുടെ പ്രശ്നമാണ്.
അവൾ കടന്നു പോകുന്ന സാഹചര്യമാണ്, അവളുടെ വിഷയമാണ്. പക്ഷെ എലീശ അവളോട് പറയുകയാണ്, മോളെ, സിസ്റ്ററെ, നിന്റെ വാ തുറന്ന് നിന്റെ വീട്ടിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് നീ പറയണം. കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അത് ഞാനല്ല പറയേണ്ടത്. ഞാൻ യഹോവയാകുന്ന ദൈവത്തെ, സർവശക്തനാകുന്ന ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവാചകനായി നിന്റെ വീട്ടിൽ നിൽക്കുകയാണ്. പക്ഷേ നിന്റെ വീടിന്റെ പ്രതിനിധി, നിന്റെ ഭർത്താവ് ഒരു ദൈവദാസനായിരുന്നല്ലോ, അപ്പോൾ നീ ഒരു ദൈവദാസിയാണ്, നീയും വിശ്വസിക്കുന്നവളാണ്. അതുകൊണ്ട് നിന്റെ വീട്ടിൽ സംഭവിക്കേണ്ടത് എന്തെന്ന് നീ പറയണം. എന്ന് പറഞ്ഞാൽ നീ വാ തുറന്നാലേ എന്റെ ദൈവം വാതിൽ തുറക്കത്തുള്ളൂ. കാരണം ഇവിടെ ഇരിക്കുന്ന പ്രിയ മക്കളുമാരറിയണം, ഞാൻ നിങ്ങളുടെ പാസ്റ്ററാണ്, ഒരു ശുശ്രൂഷകനാണ്, ഒരു കർത്തൃദാസനാണ്. പക്ഷേ നിങ്ങളുടെ മക്കളുടെ മുകളിൽ എനിക്കല്ല യഥാർത്ഥമായ അധികാരമുള്ളത്. പ്രാർത്ഥിക്കാം, ബ്ലസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥമായി മക്കളുടെ മേളിൽ അധികാരമുള്ളത് മാതാപിതാക്കൾക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? ആത്മതലത്തിൽ ഒരു ഭാര്യയുടെ മേൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് അവൾക്ക് ശിരസ്സായിരിക്കുന്ന അവളുടെ ഭർത്താവിനാണ്. ഒരു സഭയുടെ മുകളിൽ ദൈവം ചുമതലപ്പെടുത്തിയവരുണ്ട്, ദൈവം അവരെ അതിലാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഭവനത്തിന്റെ പ്രതിനിധി ദൈവസന്നിധിയിൽ നിങ്ങളാണ്. ഇന്ന് പകൽ നിങ്ങളുടെ വീടിനെ നോക്കി, നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ എന്താണോ പറയുന്നത് അതിന് ഭയങ്കര പ്രാധാന്യതയുണ്ട്. ഒന്ന് അധരങ്ങൾ തുറന്ന് ചിലത് പറയാൻ, പ്രഖ്യാപിക്കാൻ തുടങ്ങി. That is very important. Hallelujah. Hallelujah. അതിന് വളരെ പ്രാധാന്യതയുണ്ട്. ഫറക, ആ വാക്കിന് വളരെ പ്രാധാന്യതയുണ്ട്. ഇവിടെ യേശു കർത്താവ് താൻ ചെല്ലേണ്ടെന്ന പട്ടണത്തിൽ തനിക്ക് പകരമായി 70 പേരെ ഈ രണ്ടായി അയച്ചിരിക്കുന്നു. യേശുവിന് പ്രവർത്തിക്കുവാനുള്ള ജില്ലയിൽ, യേശുവിന് പ്രവർത്തിക്കുവാനുള്ള പട്ടണത്തിൽ, യേശുവിന് പ്രവർത്തിക്കുവാനുള്ള പഞ്ചായത്തിൽ, യേശുവിന് പ്രവർത്തിക്കുവാനുള്ള മുനിസിപ്പാലിറ്റിയിൽ, യേശുവിന് പ്രവർത്തിക്കുവാനുള്ള ഗ്രാമപഞ്ചായത്തിൽ, യേശു കർത്താവിന് പ്രവർത്തിക്കാനുള്ള ആ ഇടത്തിൽ, ആ പട്ടണത്തിൽ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളെ മുട്ടിവെച്ച് പറയണം, ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, ഈ രണ്ടാമത്തെ വാക്യം എല്ലാവരും ഒന്ന് നോക്കിയേ. ലൂക്കോസ് 10:2 കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ഞാൻ ചിന്തിച്ചു, ഇത് നമ്മുടെ കാലത്തിൽ മാത്രം നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണെന്ന്. ഈ സെർവന്റ്ഹുഡ്, ശുശ്രൂഷ മനോഭാവം ഒരു ദൈവപൈതലിന് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആറ്റിറ്റ്യൂഡാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പലതിനകത്തും വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരാൾ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് ലഭ്യമാകും എന്ന ചിന്തയിലല്ല ആ വ്യക്തി ശുശ്രൂഷയിൽ നിൽക്കേണ്ടത്. ഹല്ലേലൂയ. ഈ ചർച്ചിനകത്ത് മറ്റാരെക്കാളും അധികം സാക്ഷ്യത്തോടെ ഈ കാര്യം എനിക്ക് പറയാൻ പറ്റും. ഇതിനകത്തിരിക്കുന്ന ഒരൊറ്റ വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഞാൻ പണം സ്വീകരിച്ചിട്ടില്ലെന്നും പൈസ വാങ്ങി പ്രാർത്ഥിച്ചിട്ടില്ലെന്നും. നിങ്ങളുടെ പക്കൽ നിന്ന് സഭയ്ക്ക് ആവശ്യമുണ്ട്, സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട്, സഭയുടെ നടത്തിപ്പിന് ആവശ്യമുണ്ട്. ഒത്തിരി പേരെ നമ്മൾ ഇപ്പോഴും ജിജിപ്പാസ് എന്നും അനൗൺസ് ചെയ്തു, 500 കുഞ്ഞുങ്ങളെ, നിർധനരായ, സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ലാത്ത 500 കുട്ടികളെയാണ് നമ്മൾ ഈ വർഷം സ്കൂളിലേക്ക് അയക്കാൻ പോകുന്നത്. 2 പേരെ വിടാൻ
ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇത് കേട്ടിട്ട് അനങ്ങാത്തവരെ, ഞാൻ ഈ രാജ്യത്തിലൊന്നും ആളല്ല എന്ന നിലയിൽ കൈകൊട്ടാതെ അനങ്ങാതിരിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാനും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും സഭകളും എല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. കൊയ്ത്ത് ഭയങ്കരമായിട്ടുണ്ട്. പ്രതിഫല ഇച്ഛകളില്ലാതെ കർത്താവിനെന്നവണ്ണം ഇറങ്ങി നിൽക്കുന്ന വേലക്കാരെ, ശുശ്രൂഷകരെ കർത്താവ് അന്വേഷിക്കുകയാണ്. ചേർന്നൊരു ആമീൻ പറയാം. പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേലക്കാരനാണ്. ഐ ആം എ സെർവന്റ് ഓഫ് ജീസസ്. നിങ്ങൾ ഒരു പക്ഷേ ഒരു അപ്പോസ്തലനായിരിക്കാം, ആത്മതലത്തിൽ പ്രവാചകനായിരിക്കാം. അതെല്ലാം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയാണ്. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് പലതവണ എൽഷദായ് ചർച്ചിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, നമുക്കിതെല്ലാം കൃത്യമായിട്ട് അറിയാം. നിങ്ങളൊരു സത്യമായ കാര്യം അറിയണം. ഇത് ഇന്ന് പറയുന്ന അല്ല, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പലതവണ ദൈവത്തിന്റെ മുൻപിൽ ഇപ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് ഓരോ വ്യക്തിയെയും ദൈവം വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പുമാണ്. അത് സഭയുടെ ഫൗണ്ടേഷനാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്റെ മുകളിൽ ദൈവം തന്റെ സഭയെ പണിയുന്നു എന്ന് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുന്നു. എന്നാൽ ബേസിക്കലി ദൈവത്തിന്റെ മുൻപിൽ ഇതെല്ലാം സഭയോടുള്ള ബന്ധത്തിലാണ്. ബേസിക്കലി നമ്മൾ ആരാണ്? ഈ ഭൂമിയിൽ നമ്മൾ ആരാണ്? ആരെങ്കിലും ഒന്ന് പറ. കർത്താവിന്റെ വേലക്കാരൻ. അത് പിന്നെ വരുന്നേ, അത് ഞാൻ പിന്നെ പറയാം, അടുത്ത് പിന്നെ പറയാം. ഇപ്പൊ ആരാണ്? ഇപ്പോൾ നിങ്ങൾ ആരാണ്? ഞാൻ ക്രിസ്തുവിൽ, ഞാൻ സഭയ്ക്ക് ഒരു അപ്പോസ്തലനോ പ്രവാചകനോ ആണ്. അതെന്റെ മേലുള്ള ദൈവത്തിന്റെ വിളിയാണ്. പൗലോസ് പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വരുന്നല്ലോ. അത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. എന്നാൽ തമ്പുരാന്റെ മുൻപിൽ, ദൈവത്തിന്റെ മുമ്പിൽ, എനിക്കൊന്ന് 2023 ഒക്ടോബർ മാസത്തില്, ജൂലൈ മാസത്തില് ഒക്കെ ഞാനിതിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. കൃപയാൽ നമ്മൾ ഓർത്തിരിക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ പ്രസംഗിക്കുകയാണ്. ദൈവത്തിന്റെ മുൻപിൽ നമ്മളെല്ലാം അവന്റെ മക്കളാണ്. ഒരു സന്തോഷമില്ല, പറയണ്ടായിരുന്നു. കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചത്. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഇത് ടിനു പാസ്റ്റർ മുമ്പ് പ്രസംഗിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ളവർ ഒന്ന് കൈ അടിച്ച ദൈവത്തെ സ്തുതിക്കാവോ. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ജീസസ്. എന്താ യോഹന്നാൻ സുവിശേഷം 1:12 എഴുതിയിരിക്കുന്നത്? അവനെ കൈക്കൊണ്ട്, എല്ലാരും പറ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരാ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ സുവിശേഷകരല്ലെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ശുശ്രൂഷകരല്ലെന്ന്? ഈ ഒരൊറ്റ വാക്യം ഒരുത്തനോട് പറഞ്ഞാൽ മതി, അവൻ രക്ഷപ്പെടും. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരാണ് ഈ ഭൂമിയിൽ? രക്ഷിക്കപ്പെട്ടവരെന്ന് കൈ ഉയർത്തിയേ. നമ്മൾ ആരാണ് ഈ ഭൂമിയിൽ? ഉറക്കെ പറ. ദൈവമക്കൾ, 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 ദൈവമക്കൾ. എന്നാൽ ഈ ദൈവമക്കളുടെ ഇടയിൽ നിന്ന് ദൈവീക പദ്ധതിക്കായി, ദൈവീക ശുശ്രൂഷയ്ക്കായി,
ദൈവം ചിലതിനെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കും. അവരിൽ ചിലർ പ്രവാചകരായിരിക്കും, അവരിൽ ചിലർ അപ്പോസ്തലരായിരിക്കും, അവരിൽ ചിലർ ഉപദേഷ്ടാക്കന്മാരായിരിക്കും, അവരിൽ ചിലർ ഇടയന്മാരായിരിക്കും. ആ നിലകളിൽ ചിലത് ഇതിനകത്ത് സംഭവിക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും. നിന്റെ അധരങ്ങൾ കൊണ്ട് ദൈവം പ്രവചിപ്പിക്കും. ആത്മതലങ്ങളെ കാണുവാനുള്ള കൃപ ദൈവം തരും. എന്നാൽ ഇതാണ് സത്യം, ഇതാണ് സത്യം, ഇതാണ് സത്യം. ആമോസ് പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനും അല്ലായിരുന്നു, പ്രവാചക ശിഷ്യനും അല്ലായിരുന്നു, ഞാൻ ഇടയനും ഇങ്ങനെ കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ട് നടക്കുന്നവനുമായിരുന്നു. പക്ഷെ യഹോവയുടെ കരം എന്നെ പിടിച്ചു. ആ കൈ എന്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ആമോസ് അല്ലത്. ദൈവത്തിന്റെ കരം തൊട്ട എത്ര പേര് ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, എന്നാൽ ഈ വാക്കിൽ നിന്ന് പെട്ടെന്ന് പറയാം. എന്നാൽ നമ്മൾ ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കും. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കും. അപ്പോൾ ഇപ്പം ദൈവം നമുക്ക് പിതാവാണ്. ഇപ്പോൾ ദൈവം നമുക്ക് ആരാണ്? യേശു നമ്മുടെ ആരാണ്? ഉറക്കെ പറഞ്ഞ്, യേശു എന്റെ അപ്പായാണെന്ന് പറഞ്ഞേ. എന്നാൽ അന്ന് അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ അപ്പായാണ്, ശരിയാ. പക്ഷെ ആ സിംഹാസനത്തിൽ, വെള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുമ്പം, തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പം അപ്പായായിട്ടല്ല ഇരിക്കുന്നേ, നീതിയുള്ള ന്യായാധിപതിയായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വിളിക്കുന്നത് മോനെ എന്നല്ല. മോനെ, മക്കളെ, ഇപ്പൊ അങ്ങനെയാ കേട്ടോ. അപ്പോ വിളിക്കുന്നത് മോനെ, മോളെ, മക്കളെ എന്നല്ല, അപ്പോസ്തലനെ എന്നല്ല, പ്രവാചകനെ എന്നല്ല, ഇടയനെ എന്നല്ല, ഉപദേഷ്ടാവേ എന്നല്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ. അവിടെ എഴുതിയിരിക്കുന്ന വേർഡ് സെർവന്റ് എന്നാണ്. സെർവന്റ്. ദാ വാക്യം മാറ്റി, ലൂക്കോസ് 10:2 സെർവന്റ് എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം. ആ മനോഭാവം, ആത്മതലത്തിൽ നമ്മൾ അവന്റെ മക്കളാണ്. ഞാൻ ഉറപ്പായും പറയുന്നു, ആത്മതലത്തിൽ നിങ്ങൾ അവന്റെ മക്കളാണ്. യേശുവിനെ കൈക്കൊണ്ടവർ അവന്റെ മക്കളാണ്. ശുശ്രൂഷയിൽ ഏത് വിളിയാണോ നിന്റെ മേളിൽ കിടക്കുന്നത്, നീ അതാണ്. എഞ്ചിനീയർക്ക് ഡോക്ടർ ആകാൻ പറ്റത്തില്ല, ഡോക്ടറിന് എഞ്ചിനീയർ ആകാൻ പറ്റത്തില്ല, IT പഠിച്ചവനെ ഇഞ്ചക്ഷൻ എടുക്കാനും പറ്റത്തില്ല. ആരും ഓരോരുത്തരെ ദൈവം ഓരോന്ന് ഏൽപ്പിച്ചു. കൈ കൊടുത്ത് പറഞ്ഞേ, ഓരോരുത്തരെ ദൈവം ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത് ദൈവത്താൽ സംഭവിച്ചതാണ്. പക്ഷേ മനോഭാവം, പറഞ്ഞേ, മനോഭാവം ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അത് മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുന്ന അഭിനയം അല്ല. ഇവിടെ അങ്ങനെ പലരും കണ്ടേക്കാം, ആരും മിണ്ടുന്നില്ല. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്തേ. 2 കാര്യം എന്ന് പറഞ്ഞോട്ടെ.
ിക്കുന്നവരല്ല, അവരാരും കൈവോക്കണ്ട. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. മകളെ ഒന്നുകൂടെ, സൽമോൻ ഒന്നുകൂടെ. ആ വീട്ടിൽ കഞ്ഞി വെച്ചോന്ന് ചോദിക്ക. ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന വീടാ. അവനെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനാണോ ശ്രമിക്കേണ്ടത്, അതോ നിന്റെ അകത്തുള്ള ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനാണോ ശ്രമിക്കേണ്ടത്? ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവേ, നല്ല വേലക്കാരെ, ആത്മദാഹമുള്ള വേലക്കാരെ, സുവിശേഷകരെ, സെർവന്റ്ഹുഡ് ആറ്റിറ്റ്യൂഡുള്ള, സമർപ്പണ ബോധമുള്ള ശുശ്രൂഷകരെ ദൈവം എഴുന്നേൽപ്പിക്കാനെന്ന് പ്രാർത്ഥിച്ചേ. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച്, നശിക്കുന്ന തലമുറകളെ കുറിച്ച്, എൻ്റെ മതവും എൻ്റെ വ്യക്തിപരമായ ആശയങ്ങളും എൻ്റെ പാരമ്പര്യങ്ങളും എൻ്റെ അകത്തുള്ള മുറിവുകളും ഒരുത്തനെ അടിച്ചേൽപ്പിക്കാതെ എൻ്റെ അരികിൽ നിൽക്കുന്നവനെ മനസ്സിലാക്കാൻ, എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നവനെ മനസ്സിലാക്കാൻ ഒരു കൃപ താ കർത്താവേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. എന്നാ ഇവിടെ പല പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കാൻ വരുന്നേ? യേശുവിന്റെ അരികിൽ ആർക്കും വരായിരുന്നു.
കർത്താവിന്റെ അടുക്കൽ ആർക്കായിരുന്നു വരാൻ പറ്റാത്ത? യഹൂദന്മാർക്ക് വന്നുകൂടായിരുന്നോ? മതപുരോഹിതന്മാർക്ക് വന്നുകൂടായിരുന്നോ? നിക്കോദിമോസിന് വന്നുകൂടായിരുന്നോ? ആ കാലത്ത് മന്ത്രിയായിരുന്ന, അവിടുത്തെ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയായിരുന്ന, അരിമത്യയിലെ മന്ത്രിയായ ജോസഫിന് വന്നുകൂടായിരുന്നോ? ഇനി എന്തിനേറെ പറയുന്നേ? പൊടി പിള്ളേർക്ക്, കൊച്ചു പിള്ളേർക്ക് വന്നുകൂടായിരുന്നോ? അവരെ തടഞ്ഞപ്പോ കർത്താവ് പറഞ്ഞില്ലേ, അവരെ തടയരുത്, ശിശുക്കളെ എന്റെ അടുക്കൽ വിടാൻ. ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള സെർവൻസ്. ഹല്ലേലൂയ. എന്റെ പ്രയാസവും മനസ്സിലാക്കും, എന്റെ വിഷയം ഈ വ്യക്തി മനസ്സിലാക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, നിങ്ങളൊന്ന് ഇത് യേശു നമ്മളോട് പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളവരെന്ന് കൈ ഉയർത്തി. പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർ സ്ക്രീനിലൊന്നും കാണിക്കേണ്ട, നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇരിക്കുന്നത്, കാണുന്നുണ്ടോ? ആയിരക്കണക്കിന് ആളുകൾ എഴുതി തന്നിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളാണ്. എല്ലാവർക്കും എന്തുണ്ട്? പ്രാർത്ഥനാ വിഷയമുള്ളവരെന്ന് കൈ ഉയർത്തി പിടിച്ചേ. ഓക്കെ. എന്നാൽ ഈ വാക്യം നോക്കുമ്പോൾ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞ പ്രയർ റിക്വസ്റ്റ് ആണത്. നിങ്ങളെല്ലാവരും കൂടെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാര് ഭയങ്കര ചുരുക്കമാണ്. കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്ത് സമയത്ത് വേലക്കാരെ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ അപേക്ഷിക്കണം, നിങ്ങൾ അപേക്ഷിക്കണം. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് നമ്മളോട് പറയാ, ഈ വിഷയം പ്രാർത്ഥിക്കണം, ഈ വിഷയം പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ ചിലതിനെ ഇതിനകത്ത് നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഭാരതത്തിന്റെ മുകളിൽ ഭയങ്കര ഒരു കൊയ്ത്തുണ്ടാകാൻ പോവുകയാണ്, ഒരു ഹാർവസ്റ്റ്. നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തുമെന്ന്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് തരും. പക്ഷെ നിങ്ങളുടെ ഫോക്കസ് അതിനകത്തല്ല വെക്കേണ്ടത്. ആ സെർവന്റ്ഹുഡ് ആറ്റിറ്റ്യൂഡ് അവിടെ നിങ്ങൾ നിന്നാൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. സമയ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ അടുത്തൊരു വാക്യം വായിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി 17-ാമത്തെ വാക്യത്തിലോട്ട് പോയേ. 17-ാമത്തെ വാക്യത്തിലോട്ട് പോയേ. ആ 70 പേർ എങ്ങനെ വന്നു? സന്തോഷത്തോടെ മടങ്ങി വന്നു. ദൈവത്താൽ അയക്കപ്പെട്ട ആ 70 ശുശ്രൂഷകർ, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആ 70 ശുശ്രൂഷകർ സന്തോഷത്തോടെ അവർ തിരിച്ചു വന്നു. ഇനി നിങ്ങൾ വേണം എനിക്കിതിന് ആൻസർ തരാൻ. എന്തായിരുന്നു അവരുടെ സന്തോഷം? എന്തായിരുന്നു അവരുടെ സന്തോഷം? കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഹല്ലേലൂയ. നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അവരുടെ സന്തോഷം എന്നാ? എന്നോട് ഇംഗ്ലീഷിൽ പറയാം നമുക്ക്, മിനിസ്ട്രി സക്സസ്. കേട്ടില്ല, എന്നാ പിന്നെ മലയാളത്തിൽ പറയാം. ശുശ്രൂഷയിലുണ്ടായ വിജയം. അവരുടെ സന്തോഷം എന്നാ? അല്ലേ ഡെൻസൺ പാസ്റ്റർ, അല്ലേ ജി പാസ്റ്റർ, പാസ്റ്റർ ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ അന്ന് ഒത്തിരി പേര് വിടുവിക്കപ്പെട്ടാൽ, സൗഖ്യമായാൽ, രക്ഷിക്കപ്പെട്ടാൽ നമുക്കകത്തൊരു സന്തോഷം ഉണ്ടാകത്തില്ല? പേഴ്സണലായിട്ട് കർത്താവിന് മഹത്വം, നമുക്കൊരു നമ്മുടെ ഉള്ളത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല? ഹല്ലേലൂയ. ഇതവർക്ക് ഭയങ്കരമായിട്ടുണ്ടായി ഈ 2025. ആ വാക്യത്തെ ഞാൻ മറ്റൊരു നിലയിൽ ഇന്ന് പകൽ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്നുകൊണ്ട് ഒരു അനുഗ്രഹത്തിന്റെ ഒരു വാക്ക് ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. ഈ വർഷം ഇതിനകത്തുള്ള കെയർസൽ ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, സുവിശേഷം, ഇതിനകത്തിരിക്കുന്ന എല്ലാവരും സുവിശേഷകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഈ വർഷം വലിയ സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളെ, സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളെ കർത്താവ് നൽകട്ടെ. സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളെ കർത്താവ് നൽകട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന അനുഭവങ്ങളെ
നിങ്ങളുടെ ഹൃദയം പിടഞ്ഞു വികസിക്കുന്ന, നിങ്ങളുടെ കണ്ണിൽ നിന്ന് ആനന്ദത്തിന്റെ കണ്ണുനീർ വെളിപ്പെടത്തക്ക നിലയിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അവരുടെ സന്തോഷം അവരുടെ മിനിസ്ട്രി സക്സസ് ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് കർത്താവ് 18-ാമത്തെ വാക്യത്തിൽ അവരോട് പറയുകയാണ്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഓ താങ്ക് യു ജീസസ്. നിങ്ങൾ തയ്യാറാണോ? ഞാൻ ദൈവ സാന്നിധ്യം ശക്തമായിട്ട് ഈ സ്റ്റേജിൽ അനുഭവിക്കുന്നു. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. നിങ്ങളെ ഈ രണ്ടായി നിയമിച്ച് ഗ്രാമങ്ങളിലേക്ക് ഞാൻ അയച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങുകയല്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി പുറകിൽ ഞാൻ പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ സാത്താൻ വീഴുന്നത് കണ്ടു. സാത്താൻ ആകാശത്തുനിന്ന് വീണപ്പോൾ അനേക ശരീരങ്ങളിൽ നിന്ന്, അനേക വ്യക്തികളിൽ നിന്ന് ദുർഭൂത ശക്തികൾ അവരെ വിട്ടുപോകുകയായിരുന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അനേക ശരീരങ്ങളിൽ നിന്ന്, അനേക കുടുംബങ്ങളിൽ നിന്ന്, അനേക ചെറുപ്പക്കാരിൽ നിന്ന് ഈ നിമിഷം യേശുവിൻ നാമത്തിൽ ആ ദുരാത്മാവ് വിട്ടുപോകണേ. നിന്റെ വീട്ടിനകത്ത് അസമാധാനം വിതയ്ക്കുന്ന, നിന്റെ ഭവനത്തിനകത്ത് ഞെരുക്കം കൊണ്ടുവരുന്ന, നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇടുന്ന, നിന്നെ മുന്നോട്ട് പോകുവാൻ അനുവദിക്കാത്ത പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ വിട്ടുപോകണേ. ഇരിക്കോ. ഇതിനകത്തുനിന്നൊരു ആത്മീക സന്ദേശം സഭയോട്, എന്റെ മാന്യ പ്രിയപ്പെട്ടവരോട് എനിക്ക് അറിയിപ്പാനുണ്ട്. യേശു ഒരു കാര്യം പരസ്യമായി വെളിപ്പെടുത്തുന്നു. പറഞ്ഞേ, പരസ്യമായി യേശു കർത്താവ് വെളിപ്പെടുത്തുന്നു. എന്തായിരുന്നു ആ വെളിപ്പെടുത്തൽ എന്നറിയാമോ? സാത്താൻ വീണവനാണ്. സാത്താൻ വിജയിച്ചവനല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരികളായി. സാത്താൻ വീഴുന്നത് യേശു കണ്ടു. യേശു കണ്ടു. തന്റെ മക്കൾ ഇറങ്ങിച്ചെന്ന് രോഗികളുടെ മേളിൽ കൈവച്ചപ്പോൾ, തന്റെ മക്കൾ ഇറങ്ങിച്ചെന്ന് പൈശാചിക ബന്ധനമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പിശാച് പട പട വീഴുന്നത് യേശു കണ്ടു. ഇന്ന് പകലിൽ ഒരന്ധകാര ശക്തികൾക്കും, ഒരു തല തകർന്ന ലൂസിഫറിനും ഇന്ന് പകൽ നിന്നെ തൊടുവാൻ കഴിയാത്ത നിലകളിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച കർത്താവ്, ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ എനിക്ക് ബോധ്യമാകുകയാണ്, ഇവിടെ മാത്രമല്ല, നീ ഇട്ടിട്ട് വന്ന വീടിനകത്ത്, നിന്റെ ഭവനത്തിന്റെ മേളിൽ, നിന്റെ കുടുംബത്തിന്റെ മേളിൽ ഇന്ന് പകൽ ഈ വചനം വർക്ക് ചെയ്യുകയാണ്. നിന്നോട് വാദിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന സകല ശക്തികളും യേശുവിൻ നാമത്തിൽ വീഴുകയാണ്. അത് വീഴുകയാണ്.
ഇന്ന് പകൽ സഭ വാ തുറന്ന് പറയണം, പിശാചേ നീ വീണവനാണ്. എന്റെ ദൈവത്തിന്റെ കരത്താൽ, അവന്റെ മൂക്കിലെ ശ്വാസത്താൽ, അവന്റെ വചനത്താൽ നീ വെട്ടേറ്റു വീണവനാണ്. ശരീരത്തിൽ കുടിയിരിക്കുന്ന എല്ലാ രോഗാത്മാക്കൾക്കും എല്ലാ ദുർഭൂത ശക്തികൾക്കും ഇപ്പോൾ വിട്ടുപോ. ആത്മതലങ്ങളിൽ പ്രാർത്ഥനാനിരതനായി നിൽക്കുന്ന അഭിഷിക്തനായ ക്രിസ്തുയേശു സാത്താൻ വീഴുന്നത് കണ്ടു. മറുഭാഗത്ത് താൻ ഊരുകളിലേക്ക് അയച്ച തന്റെ മക്കൾ പട്ടണത്തിൽ ചെന്ന് കൈവെക്കുമ്പോൾ വീണവൻ വിരണ്ടോടുകയായിരുന്നു. ഇന്ന് പകൽ വീണവൻ നിന്റെ വീട്ടിനകത്തുനിന്ന് വരണ്ടോടട്ടെ. വീണവൻ നിന്റെ തലമുറയിൽ നിന്ന് വരണ്ടോടട്ടെ. വീണവൻ ദൈവസഭയിൽ നിന്ന് വിരണ്ടോടട്ടെ. വീണവൻ സാമ്പത്തിക മേഖലയെ തടഞ്ഞു വെച്ചവൻ ഇന്ന് പകൽ വിരണ്ടോടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇരുന്നേ. സമയപരിമിതികൾ കൊണ്ട് അടുത്ത ഭാഗത്തിലോട്ട് നമ്മൾ കയറുക. 19-ാം വാക്യത്തിൽ യേശു പറയുന്നു, സ്വന്തം കൈ തലയിലോട്ടെന്ന് വെച്ചേ, എന്നിട്ട് ഈ വാക്യം അങ്ങ് പറഞ്ഞു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തത്തില്ലെന്നല്ല, ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തത്തില്ലെന്നല്ല, ഒന്നും നിങ്ങൾക്ക് ഒരു കാലത്തും ഈ 2025 ഒരു കാലത്തും ഇനി നമ്മൾ വായിച്ച വാക്യത്തിൽ ഇനി കുറച്ച് ശാന്തമാണ്, ശ്രമിക്കാം അല്ലേ? യേശു പറയുകയാണ് 20-ാം വാക്യത്തിൽ, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എങ്കിലും എന്ന് പറഞ്ഞാൽ ഈ ആ എങ്കിലും പലരും വിടുന്നുണ്ട്. എല്ലാരും പറയുന്നത് എന്തുവാ? എല്ലാരും പറയുന്നത് എന്താ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കും. അങ്ങനാണോ? അങ്ങനാണോ? ഭൂതം കീഴടങ്ങണ്ടെന്ന് യേശു പറഞ്ഞോ? രോഗി സൗഖ്യമാകണ്ടെന്ന് യേശു പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ എൻ്റെ ഒപ്പം ഉള്ളവർക്ക് പറയാൻ കഴിയണം, ആവശ്യമുണ്ട്. ഉറക്കെ പറഞ്ഞ ആവശ്യമുണ്ട്.
അത്യാവശ്യമുണ്ട്. അത്യാവശ്യമുണ്ട്. ഉറക്കെ പറ. ആവശ്യമുണ്ട്. അത്യാവശ്യമുണ്ട്. ആവശ്യമുണ്ട്. നമ്മൾ പറയത്തില്ലേ ഒരാവശ്യത്തിന് അവിടം വരെ. എന്നാൽ ചിലർ വിളിക്കും പറയും ഞാൻ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാണ്. ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, അതെല്ലാത്തിലും ഉണ്ട്. ഹല്ലേലൂയ. അത്യാഗ്രഹം ഉണ്ടെന്നുള്ളത് ഇപ്പൊ പറയുന്നില്ല, നമുക്ക് അടുത്ത ആഴ്ച പറയാം. എന്നെ കേട്ടാട്ടെ. ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. ജലം, വായു, വെളിച്ചം, പാർപ്പിടം, വസ്ത്രം, ആഹാരം, ഇതെല്ലാം അത്യാവശ്യമാണ്. ആഹാരത്തിനകത്ത് കഞ്ഞിയുണ്ട്, ബിരിയാണിയുണ്ട്. ആഹാരം ആവശ്യമാണെന്നുള്ളതേ ഉള്ളൂ. അതിൽ തമ്പുരാൻ ഇന്ന് കഞ്ഞിയാ തരുന്നെങ്കിൽ അതായിരുന്നു ദൈവം ഇന്ന് എനിക്ക് തന്നത്. അത് ബിരിയാണി ആയാൽ കഞ്ഞിയുള്ളവൻ ബിരിയാണിയെ കുത്താൻ നിൽക്കില്ല. അവന് ബിരിയാണിയെ കൊടുത്തെങ്കിൽ അവൻ ഇന്ന് അതാ കൊടുത്തു. ഓരോ ജീവജാലങ്ങൾക്കും ഇന്ന് പുലി പിടിച്ച മാനിനെ ആയിരിക്കണമെന്നില്ല തൊട്ടപ്പുറത്തോട് ഓടിപ്പോയ സിംഹം പിടിക്കുന്നത്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും ജീവജാലങ്ങൾക്കും മൃഗങ്ങൾക്കും അവരവർക്ക് വേണ്ട ആഹാരം ദൈവം കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് എല്ലാത്തിലും നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ പറഞ്ഞ കൂട്ടത്തിൽ മീൻ വറുത്തയില്ലാത്തതിന്റെ പേരിൽ എഴുന്നേറ്റ് പോയവരും ഉണ്ട്. ആരും മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു പറയുകയാണ് ഭൂതങ്ങൾ കീഴടങ്ങണം, അതാവശ്യമാണ്. രോഗി സൗഖ്യമാകണം, അതാവശ്യമാണ്. യേശു കർത്താവും അപ്പോസ്തലന്മാരും ഈ ഭൂമിയിൽ അത് ചെയ്തു. പക്ഷേ സ്വർഗത്തിൽ പേരെഴുതപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഇനി യേശു അവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സന്തോഷിക്കേണ്ടത്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? സന്തോഷിക്കേണ്ടെന്നൊരു വാക്യമുണ്ടോ? ഉണ്ടോ? 17-ാമത്തെ വാക്യത്തിൽ ഇവർ എന്തിലാ സന്തോഷിച്ചേ? ആ 70 പേർ സന്തോഷത്തോടെ, അവരുടെ സന്തോഷം എന്തിലായിരുന്നു? മിനിസ്ട്രി സക്സസിലായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നത് അതിനകത്ത് ഒരു പ്രശ്നമില്ല. നിങ്ങളെ ശുശ്രൂഷയ്ക്കാക്കി വെച്ചത് ഞാനാണ്, നിങ്ങളെ അയച്ചത് ഞാനാണ്. ഭൂതം പോകണം, രോഗി സൗഖ്യമാകണം. ഇനിയും നമ്മുടെ സഭകളിൽ, നമ്മുടെ ദേശത്തിൽ, ഈ സഭയിൽ നിന്ന് മാത്രമല്ല, എല്ലാ സഭകളിലും, എല്ലാ കൺവെൻഷനിലും, എല്ലാ ശുശ്രൂഷകളിലും നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്ന് അടയാളങ്ങളാൽ, അത്ഭുതങ്ങളാൽ, വീര്യപ്രവർത്തികളാൽ ഉറപ്പിക്കപ്പെടണം. പക്ഷേ ഈ 70 പേർക്ക് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കാൻ പറ്റിയില്ല. 19-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ സ്വർഗത്തിൽ ഈ നിങ്ങളുടെ പേര്, മോനെ 18, ഇപ്പൊ ഇട്ട 20, നിങ്ങളുടെ പേര് നിങ്ങളൊന്ന് വായിച്ച എല്ലാവരും ആ വാക്യം. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പി. അപ്പോ ഇവരുടെ പേര് ഓൾറെഡി എവിടെ എഴുതി? ആരാണ് ഇവർ? ഉറക്കെ പറ. ആ 70 പേർ. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്തേ മോനെ. എന്റെ പൊന്ന് ചേട്ടാ, വല്ലോ ഒന്നുകൂടെ പറയാം. ഈ 70 പേരെ തമ്പുരാൻ തെരഞ്ഞെടുത്തപ്പോൾ, വേർതിരിച്ചപ്പോൾ തന്നെ അവരുടെ പേര്
സ്വർഗത്തിൽ എഴുതി. ഇനി ഇതിനകത്തുനിന്ന് ഒരു പ്രൊഫറ്റിക് വേർഡ് ഇന്ന് പകൽ നിങ്ങളിലേക്ക് റിലീസ് ചെയ്യാൻ കർത്താവ് എനിക്ക് നിയോഗം തരികയാണ്. ദൈവം തമ്പുരാൻ നിന്നെ തെരഞ്ഞെടുത്തപ്പോൾ, കൈയടിക്കൽ മൊത്തം കേൾക്കണം, ഇത് ദൂതാണ്, ഇത് നിങ്ങളുടെ തലയെ കൈവച്ച് കർത്താവ് പറയുകയാണ്. ദൈവം തമ്പുരാൻ നിങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ നിങ്ങൾ അറിയാത്തത് പലതും നിങ്ങൾക്കായി അവൻ ഒരുക്കി കഴിഞ്ഞു. ഒന്ന് കരമടിച്ച് ദൈവം തമ്പുരാൻ നിങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ, പിടികിട്ടിയില്ല. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തത്, ഇതിനകത്ത് വിശ്വാസത്തിൽ നിൽക്കുന്നവരോട് പറയാം, നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടില്ലാത്തതും നീ അറിഞ്ഞിട്ടില്ലാത്തത് പലതും എന്റെ ദൈവം നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. എന്റെ ദൈവം നിന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്റെ ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ടുമുണ്ട്. ഇതൊന്ന് മൊത്തം കേട്ടിട്ട് അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയാം, മൊത്തം കേട്ടിട്ടേ പറയോ. ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി നിന്നെ വിളിച്ചപ്പോൾ തന്നെ നീ അറിയാത്തത് പലതും നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. ദൈവം തമ്പുരാൻ നിന്നെ വിളിച്ചപ്പോൾ തന്നെ നീ അറിയാത്തത് പലതും നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. ഒരു മകള്, കേൾക്കുന്നുണ്ടോ? ഒരു മകള് സ്നാനപ്പെട്ട് വീട്ടിൽ വന്നു. അപ്പൊ അങ്ങനെ ഒരു കുടുംബമായിരുന്നത്. ഈ പെങ്കൊച്ച് സ്നാനപ്പെട്ട് എന്ന വിവരം ഈ മോളുടെ അപ്പൻ അറിഞ്ഞു, പപ്പ അറിഞ്ഞു. പുള്ളിക്കാണെങ്കിൽ ഈ പ്രാർത്ഥനാ പ്രസംഗം, ശുശ്രൂഷ എന്ന് പറയുന്നത് പുള്ളിക്കല്ല, പുള്ളിയുടെ മേളിൽ ഇരിക്കുന്ന ആത്മാവിന് ഒട്ടും പിടുത്തമല്ല. ഈ പെങ്കൊച്ച് വീട്ടിൽ വന്നതും അങ്ങാര് വലിയൊരു കമ്പ് ഓടിച്ചോണ്ടാണ് നിൽക്കുന്നത്. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഡീ നീ സ്നാനപ്പെടല്ലയോ? നിന്റെ ഭാവി ഇനി എന്താകുമെന്ന് നിനക്കറിയോ? നിന്റെ ഭാവി നിനക്ക് ഇനി എന്താകുമെന്ന് അറിയോ? അടിക്കാൻ അങ്ങോട്ട് ഊങ്ങിയതും ആ പെങ്കൊച്ച് അപ്പാട് പറഞ്ഞു, അപ്പാ എന്റെ ഭാവി എന്താകും എന്നെനിക്ക് അറിയത്തില്ല, പക്ഷെ എന്റെ ഭാവിയെ അറിയാവുന്നവനെ ഞാൻ അറിഞ്ഞു. എന്റെ ഭാവിയെ അറിയാവുന്നവനെ ഞാൻ അറിഞ്ഞു. ഇവരറിഞ്ഞില്ല. ഇവരെ തെരഞ്ഞെടുത്തപ്പോ ഇവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയ വിവരം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അതിലാ യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടി. ചേർന്ന രാമൻ പറഞ്ഞ്, ഞാൻ ഇതിന് പറയുന്ന ഒരു ചെറിയ ഉദാഹരണമുണ്ട്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ട്രെയിൻ യാത്രയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഗുജറാത്തിലേക്ക് പോകാനുള്ള ട്രെയിൻ ഇതില്ലായിരുന്നു, റിസർവേഷൻ അല്ലേ, കൺഫേംഡ് അല്ലായിരുന്നു, സീറ്റ് കൺഫേംഡ് അല്ലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് നിന്നപ്പോൾ ഈ ബോഗിയുടെ ഫ്രണ്ടില് ഇത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ആരുടെയൊക്കെ പേര്, ആർക്കൊക്കെ സീറ്റ് ഉണ്ടെന്നുള്ള പേര് ഫ്രണ്ടിലുണ്ട്. ആദ്യം പോയി നോക്കുന്നത് എൻ്റെ പേരുണ്ടോന്നാ. എൻ്റെ കൂടെ 3-4 പേരുണ്ടെങ്കിലും ഞാൻ നോക്കിയത് എൻ്റെ പേരുണ്ടോന്ന്. നിങ്ങളും അങ്ങനെയൊക്കെയാണെന്നാ എൻ്റെ വിശ്വാസം. നിങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ പേരുണ്ട്, സീറ്റ് കൺഫേംഡായി. ഈ ബാഗുമൊക്കെ തൂക്കി ഇതിനകത്തോട്ട് കയറി, ആ കൺഫേംഡായ സീറ്റിനകത്ത് ഇരിക്കുമ്പം എന്തോ ഒരു ഫാനൊക്കെ ഇടുക, എന്തോ ഒരു ആശ്വാസം. 2 ദിവസം കഴിയുമ്പം ഇതിൽ നിന്ന് ഇറങ്ങിപ്പോണം. അതിനകത്തൊരു സീറ്റ് കൺഫേം ആയപ്പോൾ ഈ സന്തോഷമാണെങ്കിൽ അനന്തകാലം, നിത്യത മുതൽ നിത്യത വരെ, മരണമില്ലാത്ത നാട്ടിൽ, മാറ്റമില്ലാത്ത രാജ്യത്തിൽ, 10,000 സന്വത്സരങ്ങൾ നീ വസിക്കേണ്ട നിത്യതയിൽ, സ്വർഗത്തിൽ നിന്റെ സീറ്റ് കൺഫേം ആണെങ്കിൽ കർത്താവ് പറയുന്നു, നിന്റെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ നീ സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ. അതിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്?
ഇന്ന് ഏബല് സ്വോത്ര കാഴ്ചയ്ക്ക് പാടിയ പാട്ട് ഏതായിരുന്നു മോനെ? അതൊന്ന് പാടാവോ? ഡെൻസൺ ഒന്ന് സ്റ്റേജിലേക്ക് വരാം മോനെ, ഒന്ന് പാടാവോ? ഒന്ന് ഓടിയോ മുമ്പിലേക്ക്. എന്നോട്ടവും അധ്വാനവും ഞാൻ കാണും, വ്യർത്ഥമല്ല അതു നിശ്ചയം, വേഗം കാണും എൻ മണാളനെ, വ്യർത്ഥമല്ല അതു നിശ്ചയം. ഉറക്കെ പാടിയേ. നെക്സ്റ്റ് എൻ മണാളനെ. ഓ കണ്ടിടും കണ്ടിടും എന്റെ മുഖം കണ്ടി. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്തേ. ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണ നിന്റെ മുഖം. ശബ്ദമുയർത്തി. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. ശബ്ദമുയർത്തി. അന്യനല്ല സ്വന്ത കണ്ണാൽ നിന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രതീകമേ. ഓ യേശുവേ മണാളനെ. ശബ്ദമുയർത്തി. ഹല്ലേലൂയ. പ്രത്യാശയിൻ പ്രതീകമേ. എന്റെ ആശയൊന്നു മാത്രമേ, എന്റെ ആശയൊന്നു മാത്രമേ, നിന്നെ കാണും. എന്റെ ആശ, എന്റെ ആശയൊന്നു മാത്രമേ, നിന്നെ കാണുവാൻ. ഇരു കരങ്ങളും അടിച്ചു പാടിയ കണ്ടിടും എൻ പ്രിയനെ ഞാൻ കണ്ടിടും. ഓ പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാന്റെ മുഖം കണ്ടിടും. പ്രിയനെ അപ്പാ, അന്യനല്ല സ്വന്ത കണ്ണാന്റെ മുഖം. ഓ യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രതീകമേ. ശബ്ദമുയർത്തി. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രതീകമേ. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രതീകമേ. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രതീകമേ. പ്രിയപ്പെട്ടവരെ, ഭൂതമൊക്കെ വിട്ടുപോയി, രോഗവും സൗഖ്യമായി, പിള്ളേരുടെ കല്യാണവും നടന്നു, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി എല്ലാം തന്നു. പക്ഷേ സ്വർഗത്തിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിച്ച സുഖ സൗകര്യങ്ങൾ കൊണ്ടോ, അത് കിട്ടത്തില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ദൈവം അനുഗ്രഹിക്കുന്നവൻ തന്നെയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിച്ച സുഖ സൗകര്യങ്ങൾ കൊണ്ടോ നന്മകൾ കൊണ്ടോ ഒരർത്ഥവുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എങ്കിലും ഭൂതം പോണം, രോഗി സൗഖ്യമാകണം. നീ യഥാർത്ഥമായി സന്തോഷിക്കേണ്ടത് നിന്റെ പേർ ഏതോ മനുഷ്യൻ എഴുതിയ ആ പ്രസ്ഥാനത്തിന്റെ രജിസ്റ്റർ ബുക്കിലല്ല, ചെതല് പിടിക്കുന്ന പേപ്പറിലല്ല, ആർക്കും മായ്ക്കാൻ കഴിയാത്ത, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ജീവന്റെ പുസ്തകത്തിനകത്ത് ഇന്ന് പകൽ എന്റെ പേരുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അതിൽ ഉറപ്പുള്ള ദൈവമക്കൾ,
ആ കരങ്ങളെ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ച്